ടീജു സ്പീക്കിംഗ്. പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ചോതി നക്ഷത്രക്കാർക്ക് വിവാഹ പൊരുത്തം നോക്കുമ്പോൾ കഴിയുന്നതും ഒഴിവാക്കേണ്ട 2 നാളുകൾ ഏതാണ് എന്നുള്ളതാണ്. അതിനു മുമ്പ് നിങ്ങൾ പുതിയതായിട്ടാണ് എൻ്റെ ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇതുപോലെയുള്ള ഇൻഫോർമേറ്റീവായിട്ടുള്ള വീഡിയോ നിങ്ങൾക്ക് ലഭ്യമാകുന്നതായിരിക്കും. അപ്പോൾ ചോതി നാളുകാരെ സംബന്ധിച്ചിടത്തോളം ഇവർക്ക് ഭരണി നാള് അതുപോലെ തന്നെ തിരുവോണ നാള് ഇത് രണ്ടും ചേർക്കാം അല്ലെങ്കിൽ ചേർക്കണ്ട എന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ ഈ 2 നാളുകൾ ചോദ്യം ആയിട്ട് ചേർക്കുമ്പോൾ ഒന്നാമതായിട്ട് ഭരണി ചോദ്യമായിട്ട് ചേർക്കുമ്പോൾ ഏകദേശം ഒരു 4.5 പൊരുത്തമാണ് വരുന്നത്. രാശി നോക്കുമ്പം ഗുണമാണ്, വശ്യം ദോഷമാണ് കാണിക്കുന്നത്, മഹേന്ദ്രം ദോഷമാണ് കാണിക്കുന്നത്, യോനി ദോഷമാണ് കാണിക്കുന്നത്. അപ്പം അങ്ങനെ നോക്കുമ്പോൾ ഈ 4.5 പൊരുത്തമാണ് കാണുന്നത്. മറ്റത് തിരുവോണ നാൾ നോക്കുമ്പോൾ അതിനെ സംബന്ധിച്ചിടത്തോളവും രാശി ഗുണമാണ്, വശ്യം ദോഷമാണ്, മഹേന്ദ്രൻ ദോഷമാണ്, യോനി ദോഷമാണ്. ഏകദേശം ഒരു 6 പൊരുത്തമൊക്കെ കാണിക്കുന്നുണ്ട്. പക്ഷേ ഇങ്ങനെയുള്ള പറയാനുള്ള കാര്യം, പുരുഷ ജാതകമാവട്ടെ അല്ലെങ്കിൽ സ്ത്രീ ജാതകമാകട്ടെ, ചോതി നാളുകാരെ സംബന്ധിച്ചുള്ള ഭരണി നാളിനെ വിവാഹം കഴിക്കുമ്പോൾ ഉണ്ടാകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ ധനപരമായിട്ട് എത്ര മുകളിലാണോ നിൽക്കുന്നത് ആ ധനമെല്ലാം അവർക്ക് അന്യാധീനപ്പെട്ട് അല്ലെങ്കിൽ സാമ്പത്തികമായിട്ട് തകരുന്ന ഒരു അവസ്ഥയാണ് കാണുന്നത്. അത് എന്തുകൊണ്ട് ആണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് കാര്യങ്ങളുണ്ട്. അത് പിന്നെ ഒരു വീഡിയോയിൽ ഞാനത് വ്യക്തമാക്കാം. അപ്പോൾ കഴിയുന്നതും അനുഭവസ്ഥരായിട്ടുള്ളവർ ഇപ്പോൾ പറയും, അല്ലെങ്കിൽ ഈ വീഡിയോ കാണുമ്പം അവർ അത് ഒന്ന് നോക്കുമ്പോൾ അവർക്കത് മനസ്സിലാവും അങ്ങനെ തന്നെ ആയിരുന്നു എന്നുള്ളത്. അത് നിശ്ചയമായിരിക്കും. ആ ഒരു ഉറപ്പിന്മേൽ തന്നെയാണ് ഞാൻ പറയുന്നത്. ഇനി രണ്ടാമത്തത് തിരുവോണ നാളെ സംബന്ധിച്ചിടത്തോളം ചോതി നാള് തിരഞ്ഞെടുക്കുകയാണെങ്കിലും ഇതേ അവസ്ഥ ആണ് അവർക്കും സംഭവിക്കുന്നത്. സാമ്പത്തികമായിട്ട് ഒരു ഉന്നമനം ഉണ്ടാകില്ല. അവർ സാമ്പത്തികമായിട്ട് ഉന്നമനത്തിൽ നിൽക്കുന്നവർ തന്നെ ഈ ഒരു നാളുകാരുമായിട്ട് ചേരുമ്പോൾ അവർ സാമ്പത്തികമായിട്ട് തകരും. നമുക്കറിയാം, എല്ലാത്തിൻ്റെയും ഒരു കുടുംബജീവിതത്തിൻ്റെ അടിസ്ഥാനം ഭദ്രത എന്നൊക്കെ പറയുന്നത് സാമ്പത്തികം തന്നെയാണ്. അപ്പോൾ സാമ്പത്തികയ്ക്ക് അത് എന്തുകൊണ്ടങ്ങനെ സംഭവിക്കുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ചില കാരണങ്ങളാണ്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, കഴിവതും അങ്ങനെയുള്ള വിവാഹ ബന്ധം ചൂസ് ചെയ്യുമ്പോൾ പ്രേമബന്ധമാണെങ്കിൽ നിങ്ങളത് നടത്തണം. കാരണം അത് മനപ്പൊരുത്തമാണ്, അത് ഒഴിവാക്കരുത്. അല്ലാതെ നിങ്ങൾ അറേഞ്ച് മാരേജ് രീതിയിലൊക്കെ ഉള്ള ആലോചനകളാണ് വരുന്നതെങ്കിൽ കഴിയുന്നതും ചോദ്യ നാളിനെ സംബന്ധിച്ചിടത്തോളം ഭരണി തിരുവോണം ഈ നാളുകൾ ഒഴിവാക്കുന്നതായിരിക്കും നല്ലത്. കാരണം പ്രത്യേകിച്ചും ഈ 2 നാളുകളെ വിവാഹം കഴിച്ചു കഴിഞ്ഞാൽ ആ വിവാഹം കഴിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ആയുസിൻ്റെ കാര്യത്തിലും വളരെയധികം കിട്ടുന്ന കാര്യവും സംശയമാണ്. അതായത് ഈ ചോദ്യനാളുകാർ വളരെ മുമ്പേ പോകുന്ന ഒരവസ്ഥയാണ്. ഇത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ മാനസികമായിട്ടുള്ള തകർച്ചയും സാമ്പത്തികമായിട്ടുള്ള തളർച്ചയും മനോവിഷമവും മനോവേദനയും ഒക്കെ കൊണ്ട് ഈ ചോദ്യനാളുകാർ ഈ 2 നാളും തിരഞ്ഞെടുക്കുമ്പോൾ ജീവിതത്തിൽ അനുഭവിക്കേണ്ട സന്തോഷവും അതുപോലെയുള്ള
പല സുഖ അനുഭവങ്ങളും ഒക്കെ കിട്ടാതിരിക്കില്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ അത് സാമ്പത്തികമായിട്ട് ഉന്നമനത്തിന് വളരെ തകർച്ച സംഭവിക്കും. കാരണം ഭരണിനാള് ചോദ്യനാളിന് ചേർക്കുമ്പോൾ ചോദ്യനാൾ എത്ര ഉച്ചകോടിയിൽ നിന്നോ അവർ അതിൽ നിന്നൊക്കെ താഴേക്കിടയിൽ വരുന്ന ഒരവസ്ഥയാണ്. അതുപോലെ തന്നെയാണ് തിരുവോണനാളിനെ സംബന്ധിച്ചിടത്തോളം ചോദ്യനാള് വിവാഹം കഴിച്ചു കഴിഞ്ഞാൽ അവരും എത്ര ഉന്നമനത്തിൽ നിന്നോ അതിൽ നിന്ന് താഴേക്കിടയിൽ ഇറങ്ങുന്ന ഒരവസ്ഥയാണ്. അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് ഞാനൊരു മറ്റൊരു വീഡിയോയിൽ പറയാം. അപ്പോൾ പ്രേമവിവാഹമാണെങ്കിൽ നടത്തുക, അതല്ല എന്നുണ്ടെങ്കിൽ കഴിയുന്നതും ഒഴിവാക്കുവാൻ ശ്രമിക്കുക. നിങ്ങളുടെ നന്മയ്ക്ക് വേണ്ടിയിട്ടാണ് പറയുന്നതെന്ന് കരുതുക. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. മറ്റൊരു വീഡിയോ വരുന്നതായിരിക്കും. എല്ലാവർക്കും ബൈ. താങ്ക് യു ഫോർ വാച്ചിങ് മൈ ചാനൽ.